ഉപനിഷത്തിലൊക്കെ പറയും, എത്ര വിശ്വം ഭവത്യഗനീടം. ഈ വിശ്വത്തെ മുഴുവൻ ഒരു കിളിക്കൂടായി കാണാനാണ് ഉപനിഷത്ത് ഋഷി നമ്മളെ പഠിപ്പിക്കുന്നത്. വസുധൈവ കുടുംബകം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലോകം ഒറ്റ കുടുംബമാണ്. അത് ഭാരതത്തിൻ്റെ വലിയ സന്ദേശമാണ്. ആ ഭാരതത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ഈ തൊട്ടടുത്ത ഈ എറണാകുളം ജില്ലയിൽ ജനിച്ച് ലോകം മുഴുവൻ അറിയപ്പെട്ട ശങ്കരാചാര്യ സ്വാമികളാണ്. ഈ ഒരു കാര്യം നമ്മൾ ഒന്നാണ് എന്നുള്ള ആ അടിസ്ഥാനമായ കാര്യത്തെ, അകക്കാമ്പിനെ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുവൊക്കെ പറഞ്ഞ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നമ്മളൊക്കെ ഓരോരുത്തരുമായിട്ട് അയൽക്കാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അയൽക്കാരില്ല, നമ്മളുടെ ഭാഗം തന്നെയാണ്. സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഭാഗം തന്നെയാണ് മറ്റൊരാൾ. ഇതുകൊണ്ടാണ് ശ്രീ നാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറഞ്ഞത്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അവനെന്നും ഇവനെന്നും ഒക്കെ അറിയുന്നതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒറ്റ ആത്മരൂപമാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. എന്തായാലും ശരി, അങ്ങനെ നോക്കുമ്പോൾ ഈ വിദ്യാമൃതത്തിൻ്റെ മൂല്യം എത്രത്തോളമാണ്, അത് അളക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതിൻ്റെ മൂല്യം എത്രത്തോളമാണെന്ന് നമുക്ക് അളക്കാൻ പറ്റില്ല. ഇത് എത്ര തലമുറ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇത് ഇവിടെ സംസാരിച്ച ഒരാൾ പറയുകയുണ്ടായി, ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ പോകണം. ഈ സഹായം ഏറ്റുവാങ്ങിയ ഓരോരുത്തരും മറ്റൊരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താങ്ങായി മാറുകയാണെങ്കിൽ, ഈ കെയർ ആൻഡ് ഷെയറിൻ്റെ എംബ്ലം, അതിൻ്റെ മോണോഗ്രാം എന്ന് പറയുന്നത് ചുമട് താങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഈ സമൂഹത്തിന് മുഴുവൻ ഒരു താങ്ങായിട്ട് നിൽക്കാൻ സാധിക്കും. അത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു കൈത്താങ്ങെത്താൻ ഇടവരട്ടെ. എന്തായാലും ശരി, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന മമ്മൂട്ടി സാറിന്, അദ്ദേഹമൊക്കെ നമ്മുടെ അഭിമാനമാണ് എന്ന് എനിക്കിപ്പോഴാണ്, ഈ ഒരു പ്രവർത്തനം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. എന്തായാലും ശരി, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇത്തരം ഒരു പ്രവർത്തനത്തിൽ ഭാഗഭാക്കായി മാറാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. എല്ലാവരോടുമുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.